അപ്പോ OC ടോക്കീസ് നമ്മുടെ ദിയ കൃഷ്ണ എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിരിക്കുക. മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. അതിന് മുന്നേ തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ മറന്നു. ഒന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ട്, ഒന്ന് കാണാട്ടോ. ആളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. ആ കുഞ്ഞ് വളർന്ന് വലുതായി ആരെയെങ്കിലും അമ്മ എന്ന് വിളിച്ചാൽ തിരുത്തി കൊടുക്കുമെന്നാണ് ഈ ഒറിജിനൽ അമ്മ പറയുന്നത്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ ഏത് രീതിയിലാണ് കാണുന്നത്? എനിക്കത് കേട്ടപ്പോ തന്നെ സങ്കടം തോന്നി എന്നുള്ളതാണ്. അമ്മ എന്ന് പറയുന്ന വാക്കിനർത്ഥം നമ്മളെ നൊന്ത് പ്രസവിച്ച അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അതേ മാതൃസ്നേഹം കാണിക്കുന്നു ഞാൻ മറ്റുള്ള ആളുകളോട് എന്ന് പറയുന്നത് എത്ര പുണ്യമായ പ്രവൃത്തിയാണ് അല്ലെ? ഇത്രയും പുണ്യമായ ഒരു പ്രവൃത്തി, മാതാപിതാ ഗുരു ദൈവം, ആ പ്രവൃത്തിയെ പോലും ഇവര് കാണുന്നത് പുച്ഛമായിട്ടാണ് എന്നുള്ളതാണ്. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, നല്ല അസല് BJP കാരനാ. അദ്ദേഹം പശുവിനെ വിളിക്കുന്നത് ഗോമാത എന്നുള്ളതാ. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാതാവിൽ നിന്നാണ് നമ്മൾ പാല് അമൃതം നുകരുന്നത് അല്ലെ? ഒരു സമയം കഴിഞ്ഞാൽ അത് നിൽക്കും, അത് നിർത്തും. പിന്നെ നമ്മൾ കഴിക്കുന്നത് പശുവിന്റെ പാലാണ്. അതുകൊണ്ട് പശുവിനെ നമ്മളൊരു അമ്മയായിട്ട് കാണണം. ഇതാണ് BJP കാര് പറയുന്നത്. അപ്പൊ അമ്മയായിട്ട് എങ്ങനെ പശുവിനെ കാണുമല്ലേ? വല്ലാത്തൊരു അവസ്ഥയാവും. ഇപ്പൊ ദിയാകൃഷ്ണ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും മറ്റുള്ള ആളുകളെ ഒന്നും ഞാൻ അമ്മ എന്ന് വിളിക്കില്ല, എന്റെ മക്കളെ കൊണ്ട് ഞാൻ അങ്ങനെ വിളിപ്പിക്കില്ല. പക്ഷെ കാര്യം നേടുന്നത് വരെ മീനമ്മയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടതാന്നുള്ളതാണ്. ഇനി ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. മദേഴ്സ് ഡേയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മാതാവിനോടുള്ള സ്നേഹം കാണിക്കാനും മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കാണിച്ചു തരേണ്ട ഒരു നല്ല വീഡിയോയിൽ അവർ പറഞ്ഞ വാക്ക്, ഒന്നാമത്തെ വാക്കാണ് ഇത്. വഴിയിൽ കാണുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. അതായത് ഭർത്താവിന്റെ അമ്മയെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് തന്നെ വലിയൊരു തെറ്റാണെന്നുള്ള മദേഴ്സ് ഡേയിൽ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് ഉപയോഗിച്ചെന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? 38ാമത്തെ വിവാഹ വാർഷിക ദിനം കൂടിയായിരുന്നു മീനമ്മയുടേത്. അതായത് സ്വന്തം ഭർത്താവിന്റെ അമ്മയുടേത്. നിങ്ങളൊന്ന് കാണണം കേട്ടോ, എന്നതിന് ശേഷം പറയാം. ഇന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, മദേഴ്സ് ഡേ ആണ് അല്ലേ? അത് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? 87ലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ എത്ര വർഷം അശ്വിൻ കണക്ക്? 38 39 39 വർഷമായി അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ 39 അല്ലേ? ചേട്ടൻ ഈ വർഷം 38 അല്ലേ? 39 ആവത്തില്ലേ? 38 എന്നൊക്കെ കറക്റ്റ് 10 വയസ്സ് മൂത്തെ. ഓക്കെ 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 ഓക്കെ. ഓമി 39ാമത്തെ വിവാഹ വാർഷിക ദിനാണ് അവരുടേത്. മദേഴ്സ് ഡേയിലാണ് നടന്നിട്ടുള്ളത്. ആ മദേഴ്സ് ഡേയിൽ ആ മദർ ഇൻ ലോയ്ക്ക് ഒരു ഗിഫ്റ്റ് എങ്കിലും കൊടുക്കാമായിരുന്നില്ല എന്നുള്ളത് ചോദ്യമാണെന്നുള്ളതാണ്. എനിക്കത് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം സുഹൃത്തിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റൊരാൾക്കോ വിവാഹ വാർഷികത്തിനോ മറ്റെന്തിനോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതും ഗോൾഡിന്റെ അങ്ങനെ എന്തൊരു സാധനമാണ് വാങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ സ്വന്തം ഭർത്താവിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സാധനം വാങ്ങിക്കൊടുത്തിട്ടില്ല. വെരി ബാഡ്. ഇതാണ് മദേഴ്സ് ഡേയിൽ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ മൂല്യമുള്ള വീഡിയോ. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആവരുത്. ഇതൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവരൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യരുത് നിങ്ങൾ ആരും. കാര്യമായിട്ട് പറയാണ്, ഇവരൊക്കെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇവര് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൂടി കാണണ്ടേ? ഐ സപ്പോർട്ട് ഹെർ വ്യൂ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടത്. ആ വീഡിയോ ഏകദേശം ഞാൻ പറഞ്ഞുതരാം, ഏകദേശം എത്ര കമന്റ് വന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനിപ്പോ അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1800 കമന്റ് വന്നിട്ടുണ്ട്. 1800 കമന്റ്. ഈ 1800 കമന്റില് ഒരൊറ്റ പോസിറ്റീവാണ് അവർക്ക്, ഒരൊറ്റ പോസിറ്റീവ്. ബാക്കിയുള്ളതൊന്നും പോസിറ്റീവ്, ഒക്കെ നെഗറ്റീവാ. ഐ സപ്പോർട്ട് ഹെർ വ്യൂസ്. അത് അവരെന്ത് ചെയ്തു? പിൻ ചെയ്തങ്ങ് വെച്ചു. എന്താ ചെയ്യാ? അടിപൊളി. അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്, ഡ്രോപ്പിംഗ് ഫ്രം 1.5 മില്യൺ ടു 1.49 മില്യൺ. 1.49 മില്യൺ ആയിട്ട് കുറഞ്ഞു അവരുടെ സബ്സ്ക്രിപ്ഷൻ. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പോ വിവരവും വിവേകവും ബുദ്ധിയുമുള്ള ആളുകള് ആ ദിവസം ആ വീഡിയോ കണ്ടിരുന്നത് 1800 ആളുകൾ ഒറ്റയടി കണ്ട് അടിയിക്ക് പോവുക എന്നുള്ളതാണ്. കമന്റ് ഒന്ന് വായിക്കാം. കൃഷ്ണകുമാർ ഒന്നും മിണ്ടില്ല, കാരണം കൃഷ്ണകുമാറൊക്കെ
അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി വിട്ട് കഴിഞ്ഞു. ഇനി അവർ തീരുമാനിക്കട്ടെ അവരുടെ ലൈഫ് എന്ന രീതിയിൽ അദ്ദേഹം വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അബദ്ധം പറ്റിപ്പോയി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അത് അവരുടേതാണ്, അത് അവരെടുക്കട്ടെ. പക്ഷെ ഒരു വളർത്തി വലുതാക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളെ ചവിട്ടി താഴ്ത്തി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നമ്മൾ നൽകുന്ന കുറെ പാഠങ്ങളുണ്ട്, കുറച്ച് മൂല്യങ്ങളുണ്ട്. അത് തലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരിക്കലും പ്രായത്തിൽ മുതിർന്ന ഒരാളെ അമ്മ എന്ന് വിളിക്കാതിരിക്കില്ല. അത്ര തന്നെ. നമുക്കൊന്ന് കുറച്ച് വായിക്കാനുണ്ട് കേട്ടോ. കമന്റ് ആണ്, ദിയാകൃഷ്ണക്ക് വന്ന കമന്റ് ആണേ. മണി കാൻഡ് ബൈ ക്ലാസ്. തീർച്ചയായിട്ടും സിന്ധു കൃഷ്ണയുടെ വ്ളോഗിന് താഴെ കിടന്ന് സിന്ധു അമ്മ എന്ന് മോങ്ങുന്ന എല്ലാ പാൽ കുപ്പികൾക്കുമായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. 1300 ലൈക്കാണ് ആ കമന്റിന് വന്നത്. ഇവരുടെ അമ്മയാണല്ലോ സിന്ധു കൃഷ്ണ. അവരുടെ വ്ളോഗിന്റെ അടിയിൽ പോയിട്ട് രസാണ്, ഇവര് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോണ വീഡിയോ ഒക്കെ ലക്ഷം കണക്കിന് വ്യൂ ആണോ, എന്തുണ്ടൊക്കെയാണാവോ. അതിലാണ് അമ്മ അമ്മ എന്ന് വിളിച്ച് കുറെ എണ്ണം പോകുന്നത്. മനസ്സിലായില്ലേ? അതന്നെ, ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ ഇങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. മറ്റവൻ എന്തായാലും ഓടി രക്ഷപ്പെട്ടു, അശ്വിൻ പെട്ടുപോയി. ട്രൂ. അശ്വിൻ ചെന്ന് കേറിക്കൊടുത്തതല്ലേ, അനുഭവിക്കട്ടെ. അതിലും ട്രൂ. ദിയ ഈ കമന്റ് കാണുമോ എന്ന് അറിയില്ല. തന്നെ കുറിച്ച് ഓർത്ത് നാണക്കേട് തോന്നുന്നു. വാവ്. വൈഷ്ണവ്, ഇഫ് യു ആർ സീയിങ് ദിസ് യു മേഡ് എ ഗ്രേറ്റ് ഡിസിഷൻ. ഓടിക്കോടാ. കുറെ വിവരമില്ലാത്ത മലയാളികളാണ് ഇവരെ പോലെയുള്ളവരൊക്കെ വളർത്തുന്നത്. എന്ത് മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇവരൊക്കെ മോട്ടിവേഷൻ നിങ്ങൾക്ക് എന്താ തരുന്നത്? നിങ്ങൾക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത്? ഒന്നുമില്ല. ഇപ്പൊ കിട്ടിയ ഈ വീഡിയോ കണ്ടില്ല, 1800 കമന്റ് നെഗറ്റീവാ. ഒരു കമന്റ് ആണ് ആകെ സപ്പോർട്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്രയും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വാക്കുണ്ടാവില്ല. അമ്മ എന്ന് വിളിക്കില്ല പോലും. വഴിയിൽ കണ്ടവരെയൊക്കെ അമ്മ എന്ന് ഇങ്ങനെ വിളിക്കുക. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പറഞ്ഞ ആ സ്ത്രീ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭർത്താവിനെ കിട്ടിയുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവരുടെ ഈ അഹങ്കാരം കൊണ്ടാണ് മറ്റവൻ പോയത്. അശ്വിൻ പെട്ടതും. ഒരു മരവാഴ സ്വന്തം അമ്മയെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു. മരവാഴ തന്നെ വെറുത്തുപോയി ഈ വീഡിയോ കണ്ടതോടെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവന്റെ അമ്മേനെ പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തു. കമന്റിലൂടെ അത് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത വിഷമം തോന്നി. എന്നിട്ടും അവനൊന്നും പ്രതികരിച്ചില്ല. മരവാഴ. എന്റെ പൊന്നശ്വിനെ, പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒക്കെ കിടക്കാന്ന് തോന്നുന്നത്. ഇവരുടെ മുന്നത്തെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് ഇവന്റെ വീട്ടിൽ നിന്നും അമ്മ വന്നപ്പോ ഇഡ്ഡലിയും സാമ്പാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കുകയാണ്. അതിനിടയിൽ ദിയാകൃഷ്ണ മറ്റൊരു സാധനം പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. മീൻ കറിയാണ് അത്രേ. ഇവര് ബ്രാഹ്മൺസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഇവര് കൊണ്ടുവന്ന ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ദിയാകൃഷ്ണ ചോദിക്കുകയാണ്, മീൻ കൂട്ടി ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമെന്ന്. അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെ കഴിക്കട്ടെ? അമ്മ അയ്യേ എന്ന് പറഞ്ഞു. അപ്പൊ അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വേണമെന്ന്. അപ്പൊ അവന് അയ്യേ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാ ഞാൻ കഴിക്കുന്നു പറഞ്ഞിട്ട് ആ മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അവര് ബ്രാഹ്മൺസ് ആയിരിക്കാം, അമ്മ ബ്രാഹ്മൺസ് ആയിരിക്കാം, അവര് ചിലപ്പോൾ കഴിക്കുന്നുണ്ടായില്ലിരിക്കാം. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവര് കൊണ്ടുവന്ന ആ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ തന്നെ എനിക്ക് തോന്നി, വേണമെങ്കിൽ അത് മാറ്റി വെച്ച് പിന്നെ കഴിക്കാമായിരുന്നു എന്നുള്ളത്. ഇഡലിയും മീൻ കറിയും സാപ്പിടുകയാണ്. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ആളുകൾ റെസ്പെക്ട് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ നോമ്പ് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് നോമ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാറില്ല, മാറി നിന്നിട്ടേ കഴിക്കാറ്. കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. അപ്പൊ അമ്മായിമ്മക്ക് എങ്ങനെ കൊടുക്കണം റെസ്പെക്ട്? ഒന്നുകൂടി കൂടുതൽ കൊടുക്കണ്ടേ? അതാണ് മദേഴ്സ് ഡേ ബ്ലോഗിൽ കൂടി ഒരാൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു മെസ്സേജ്. കഷ്ടം. ഭർത്താവിന്റെ അമ്മയെ അച്ഛനെ എന്ത് വിളിക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വിഷമം ഇപ്പോ മനസ്സിലാവില്ല. അത് അറിയണമെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ വരണം. കർമ്മയിൽ വിശ്വസിക്കൂ, കിട്ടും. ഒട്ടും കുറയാതെ തന്നെ ഈ പറഞ്ഞ അഹങ്കാരത്തിന് താനെന്ന ഭാവം ഒരാളുടെ നാശത്തിനാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ കേട്ടോ കമന്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ വിചാരിച്ച് സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുണ്ടാവുന്ന ഒരു കൗതുകത്തിന് നോക്കിയതാണ് കമന്റ് ബോക്സ്. ഒരൊറ്റ ആളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിന്റെ വിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരൊറ്റ കമന്റ്. ബാക്കിയൊക്കെ എതിർപ്പാണ് കേട്ടോ. കല്യാണത്തിന് മുൻപ് എന്നും അവിടെ മാമി, മീനമ്മ എന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങി ഇപ്പോൾ വഴിയിൽ നിൽക്കുന്നവരായിപ്പോയി. മീനമ്മയുടെ ലെമൺ റൈസ്, തൈര് സാദം എന്തൊക്കെ ആയിരുന്നു. ഓൾ ആൻ ആക്ട് ടു ഇൻക്രീസ് സബ്സ്ക്രൈബേഴ്സ്, വ്ളോഗ് കണ്ടന്റ് എക്സെട്ര. നൗ ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. കറക്റ്റ് കാര്യമാണ്. വ്യൂ അത് മാത്രമാണ് ലക്ഷ്യം. ഇപ്പൊ ഇന്നാണ് അവരൊരു കമന്റ് ചെയ്ത് തെരഞ്ഞെടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത്. എന്താ ഞാൻ പറയാ. കാവിലെ സിന്ധു അമ്മ
പെൺമക്കളെ വളരെ നല്ല രീതിയിലാണ് വളർത്തി വലുതാക്കി എയറിൽ വിടുന്നത്. എയറിൽ വിടുന്നതാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കുറെ ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സത്യം, ഇവരുടെ വീട്ടിൽ എല്ലാ പെണ്ണുങ്ങൾക്കും അല്ലെങ്കിലും കുറച്ച് വിവരവും റെസ്പെക്റ്റും കുറച്ച് കൂടുതലാ. അയ്യോ, അടുത്തത് ഞാൻ വായിക്കുന്നില്ല. വഴിയിൽ കണ്ടവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല, പക്ഷെ തൊഴുത്തിൽ കിടക്കുന്നവനെ അമ്മ എന്ന് വിളിക്കാം. പണ്ട് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അതാണ് അവസ്ഥ. പോട്ടെ പോട്ടെ പോട്ടെ. ഇവനൊക്കെ എന്തിനാ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഒരു വികാരവും ഇല്ലാത്തവൻ. അവനല്ലെങ്കിലും എല്ലാ വീഡിയോയിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. വല്ലാണ്ട് സംസാരിക്കാറില്ല, ഇവന് സ്പേസും കിട്ടാറില്ല എന്നുള്ളതാണ്. അശ്വിൻ പൊട്ടനെയും ഫാമിലിയെയും അല്ലേ വഴിയിൽ നിൽക്കുന്നവർ എന്ന് പറഞ്ഞത്? ആ മൊണ്ണയുടെ ഒരു അവസ്ഥ. ആ വൈഷ്ണവിനെ തന്നെ കെട്ടിയാൽ മതിയായിരുന്നു. അവന്റെ അടുത്താകുമ്പോൾ ഇതൊന്നും നടക്കില്ലായിരുന്നു. കുറെ ആൾക്കാർക്ക് അറിയാത്ത കേസായിരിക്കും. ഇവര് മുൻപ് പ്രണയിച്ചിരുന്ന ഒരു പയ്യന്റെ പേരാണ് ഈ വൈഷ്ണവ്. അന്നും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ഈ അശ്വിൻ. അങ്ങനെ ആ പയ്യനുമായിട്ട് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവായി. അതാണ് നമ്മുടെ കൃഷ്ണകുമാർ പറഞ്ഞത്, പ്രണയങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് എന്നുള്ളത്. സ്വന്തം മക്കളുടെ അവസ്ഥയായിട്ടാ പറയുന്നത്. അത് കഴിഞ്ഞ് അവൻ ഒഴിവാക്കി പോയി. പിന്നെ അശ്വിൻ കയറി വന്ന് കല്യാണം കഴിച്ചു. ഇപ്പൊ ഒരു കുഞ്ഞായി. ഇപ്പൊ അവന്റെ വീട്ടുകാരെയാണ് ഈ പറയുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. ഇതിപ്പോ കുഞ്ഞമ്മനേക്കാളും കഷ്ടായി പോയി. പോയി എങ്ങോട്ടാ? ഇത്ര വൃത്തികെട്ട വർത്താനം പറയുന്ന ഏത് പ്ലാറ്റ്ഫോമിലും എന്തും പറയാമെന്ന അഹങ്കാരമുള്ള ആളുകളൊക്കെ ആ പാവങ്ങളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കാതെ തന്നെയാ നല്ലത്. പൈസ ഉണ്ടാക്കുന്നു കരുതി എന്തു വായിൽ വരുന്ന വർത്താനം പറയാമെന്നാണോ? അങ്ങനെ വിളിച്ചെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. സ്വന്തം ഫാമിലിയെ പറയിപ്പിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന നല്ല കുറെ കാര്യങ്ങളുണ്ട്. അതിനെ കൂടെ ബാഡായി ബാധിക്കുന്നുണ്ട് ഇങ്ങനെ വായിൽ വരുന്ന വർത്താനങ്ങൾ എന്നുകൂടെ ഓർക്കും. ഇത് നിങ്ങളുടെ മോനെ കൂടെ ബാധിക്കുന്നുണ്ടെന്ന് കരുതിക്കൊള്ളൂ. ഈ ചില ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ കുത്തും കോമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ കൂട്ടി വായിക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്ര എന്തുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം കൂടി ഇതിൽ മുങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയുന്നത് ഓക്കെ ഓക്കെ. ഓമി, അതായത് ഇപ്പത്തെ ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റെസ്പെക്റ്റബിളി മുതിർന്ന സ്ത്രീകളെ കണ്ടാൽ അമ്മ എന്ന് വിളിച്ചാൽ ഓസി അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. മകനെ, നിന്നെ പ്രസവിച്ച ഞാൻ മാത്രമാണ് അമ്മ. ആരെ ബഹുമാനപൂർവ്വം അമ്മ എന്ന് വിളിച്ച് എന്റെ പേര് നീ കളയരുത്. ഭർത്താവിന്റെ അമ്മയെ പോലും വഴിയിൽ കണ്ട ഒരാളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്നെ നീ അപമാനിക്കരുത്. എന്റെ പൊന്നെ, എത്ര കമന്റ് അറിയോ? ഇത്ര മതി, ഞാൻ കൂടുതലായിട്ടൊന്നും വായിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ കൊണ്ട് കഴിയുന്നത്? 15 ലക്ഷം സബ്ബായിരുന്നു ഉണ്ടായിരുന്നത്, അത് 14 ലക്ഷത്തി ചില്ലറായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ പുതിയ വിഷയം വരുമ്പോൾ വീണ്ടും അതിലേക്ക് കയറി പോകും, അത് വേറെ കാര്യം. എന്നാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മദേഴ്സ് ഡേയിൽ നല്ല അടിപൊളി മെസ്സേജ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. ഇപ്പൊ അതിനടിയിൽ മറ്റൊരു കമന്റ് കിടന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാലേട്ടൻ എല്ലാവരും അമ്മ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യാന്നുള്ളത്. ഞാൻ എന്റെ കൂട്ടുകാരന്റെ അമ്മയെ അമ്മ എന്നാ വിളിക്കാറ്. അതിൽ യാതൊരു മാറ്റമില്ല. വൃദ്ധരായ ആളുകളൊക്കെ നമ്മളെപ്പോഴും ആന്റി എന്ന് വിളിച്ചിട്ടൊന്നല്ല സംസാരിക്കാറ്. ഞാനൊക്കെ എപ്പോഴും അമ്മ എന്ന് തന്നെ വിളിക്കാറ്. ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സീറ്റ് ഉണ്ടാവുമായിരിക്കാം. പ്രായമായ വല്ല ആളുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് വഴി മാറി കൊടുക്കാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാ. ആ അമ്മേ എന്ന വാക്കിൽ പോലും ഉണ്ട് സ്നേഹം എന്നുള്ളതാണ്. അല്ലാതെ ഇരുന്നോ, ആന്റി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വൃദ്ധയായ ഒരാളെടുത്ത് പോയി നമ്മൾ സംസാരിക്കില്ല. അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കൃഷ്ണകുമാറൊക്കെ ഭയങ്കര ക്ലാസ് എടുക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണത് വേറെ കാര്യം. അദ്ദേഹം എങ്ങനെയാണ് ഇത് വളർത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ് എടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ചില വീഡിയോസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഫാമിലി വ്ളോഗ് മുന്നൊക്കെ ഇടക്കൊക്കെ കണ്ടിരുന്നത് നല്ല രസമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ രസമായിരുന്നു. പക്ഷെ അദ്ദേഹം പോലും മിണ്ടാൻ കഴിയാത്ത രീതിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത കോപ്പിറൈറ്റ് ചിലപ്പോൾ ഇതിനാവും തരിക കേട്ടോ. അപ്പൊ മുന്നത്തെ വിഷയം അറിയാമല്ലോ, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള സാധനം. അതിപ്പോ പണി കൊടുത്തോണ്ടിരിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഇതിലും ചിലപ്പോൾ തരാനൊക്കെ വഴിയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ചെയ്ത ആ ഒരു വിഡ്ഢിത്തരം ഉണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് ബഹുമാനപൂർവ്വമാണ് ആളുകളെ അമ്മ എന്നും ചേച്ചി എന്നും ആന്റി എന്നൊക്കെ വിളിക്കുന്നത്, ശരിയാണ്. പക്ഷെ ഭർത്താവിന്റെ അമ്മയെ വഴിപോക്കർ എന്ന രീതിയിൽ പറയുന്നു. അതൊന്നും കൂടാതെ എന്തൊക്കെയാണ് ആ വ്ളോഗിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? അവരുടെ 39ാമത്തെ വിവാഹ വാർഷികത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നു. വീഡിയോയിൽ നിങ്ങളെല്ലാം കാണിച്ചിട്ട് ഇത് ഞാൻ കാണിക്കാതിരുന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എല്ലാം പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമായിട്ട് മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. എന്റെ മാതാപിതാക്കൾ എന്തായാലും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അമ്മ എന്ന് വിളിക്കുന്നത് അത് അത്ര പുണ്യമായിട്ടുള്ള വാക്കാണ്, അത്ര സ്നേഹമുള്ള വാക്കാണ്. ആ വാക്ക് നീ വിളിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ റെസ്പെക്ട്ഫുള്ളി ആണോ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വഴിപോക്കർ എന്ന രീതിയിൽ ഇപ്പൊ ഇവര് പറഞ്ഞ രീതിയിലാണോ മക്കളോട് പറഞ്ഞ് വളർത്തി കൊടുക്കുന്നത്? തിരുത്തണം. കാരണം മാതാ
പിത, ഗുരു, ദൈവം. ദൈവം നിൽക്കുന്നത് പോലും നാലാമതാ. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അല്ലേ? അപ്പൊ ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗം. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. പെറ്റമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള ഏതൊരു വ്യക്തിയും അമ്മ എന്ന് വിളിക്കുന്നതിൽ അർത്ഥം. കാരണം സ്നേഹം എന്നാണ് ആ വാക്കിനർത്ഥം. മാതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തെക്കാൾ സുന്ദരമാണ് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വൃദ്ധസദനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇടയ്ക്കൊന്ന് അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കുന്ന അതേപോലെ തന്നെ അമ്മ എന്ന് നിങ്ങൾ അവിടെയുള്ള ആളുകളെ വിളിക്കും. ഇത്ര കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് സമ്പത്ത് ഉണ്ട്, ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അപ്പൊ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി ഇതായിരിക്കാം. പക്ഷെ ഒരു വിഡ്ഢിത്തരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.